ഇമ്മ പറഞ്ഞിട്ട് വെട്ടിയാണ് ഇമ്മക്ക് കുഴപ്പമില്ല. ആ പെണ്ണോക്കി ഒറ്റ വെട്ട് ഇവിടെ വെട്ടി കഴിഞ്ഞിട്ട് എന്താ കാട്ടുക? ചീത്ത അറിഞ്ഞോളോട് ചോക്കി. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ കുറെ കമന്റിൽ കുറെ ആയിട്ട് പ്രാങ്കടി എന്താ മറ്റോണ്ട് അതിനെ കമ്പം നിന്നിട്ടേ പ്രാങ്കടി പറഞ്ഞിട്ട് കുറെ മെസ്സേജ് നിൽക്കണേ. അപ്പൊ നമ്മള് പ്രാങ്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാല് ഞാൻ മീഷോന്ന് ഒരു വിഗ് മുടി വാങ്ങിക്കണം. ബോബ് ചെയ്തിട്ടില്ല മുടി. അത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാട്ടിയിട്ട് തരുന്നില്ല. കാട്ടി തന്ന നിങ്ങൾക്ക് അതിന്റെ ഫ്ലോ പോകും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ വെച്ച് ഞാൻ പെരിയ ഫ്രെയിം ആക്കാതെ നിങ്ങൾ കാണുക. അതിന് മുന്നേ ഇവിടെ അളിയാക്കുണ്ട്. അളിയാക്ക ഞായറാഴ്ച ആയതുകൊണ്ട് കടന്നുറങ്ങാൻ നോക്കണ്ട, നല്ല ഉറപ്പില്ല. എന്റെ അഭിപ്രായത്തിൽ തന്നെ മാപ്പിള എങ്ങനെ ഒരു പരിപാടി രാവിലെയൊക്കെ വിളിച്ചാൽ കിട്ടൂല കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ വെല്ല വന്നിട്ട് ഓളെ അവിടെ നിന്ന് ഇൻട്രോ കൊടുക്കണം. ഞങ്ങൾ പോവുകയാണ്. എങ്ങോട്ടാ പറഞ്ഞ് പോകണേന്ന് വിചാരിച്ചാൽ പ്രൊമോഷന് പോവുകയാണ്. പ്രൊമോഷന് പോകൂല, അവിടെ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നിൽക്കും. എന്നിട്ട് ഞാൻ പെരിയേക്ക് പോകും. സിഫിനെ അളിയാക്കാനും കൂട്ടി ഇപ്പാനെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട്, അല്ല QN എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പെരിയെ പോകും. ഇതറിയില്ല ഞാൻ എന്നിട്ട് മുടി മുറിച്ച മാതിരി ഇമ്മ നല്ല ചീത്താറ്, എല്ലാവരും ചീത്താറ്. ഉമ്മാനോട് കുറച്ച് എനിക്ക് വിളിച്ച് പറയണം, ആ സമയം അങ്ങനെ മുടി വെട്ടിക്കുന്നു കേട്ടോ. ഞാൻ ആദ്യം വിളിച്ചു, കഴിഞ്ഞ് ഞാൻ ഓളിയും കൊണ്ട് വിളിപ്പിച്ചാണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. എത്രത്തോളം മനസ്സിലാന്ന് അറിയില്ല. കാരണം നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങി നമുക്ക് പേടിയാണ്. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ എന്തൊക്കെ ചോദ്യം ചോദിച്ചാൽ അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ മറുപടി, സാഹചര്യം പോലെ കാര്യം മറുപടി. പിന്നെ ഇങ്ങനെ ഫോൺ എടുക്കുകയെന്ന് വിചാരിച്ചാൽ ഉമ്മാന്റെ റിയാക്ഷൻ മാതിരിയാക്കാരം ഫോൺ എടുക്കുക. അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർക്ക് അവരുടെ പ്രാങ്ക് ഇടുമ്പോൾ ക്യാമറ കണ്ട അറിയില്ല, അങ്ങനെ അറിയില്ല. എങ്ങനെയാന്ന് വിചാരിച്ചാൽ നമ്മൾ മുടി വെട്ടിയിട്ട് ഉമ്മാന്റെ റിയാക്ഷന് പെരക്കായ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടാകാരം ഓള് വീഡിയോ ഇടുക. അതുകൊണ്ട് കത്തൂല. ഇമ്മ എന്തായാലും വിശ്വസിച്ച് ഉമ്മാന്റെ തൊള്ളിയിൽ നിന്ന് പച്ച ചീത്തച്ച് കേൾക്കും, ആട്ടും തല്ലിട്ടും എല്ലാവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെന്ന് കിട്ടും. കാരണം ഞാനായതുകൊണ്ട് വിശ്വസിച്ച് ഞാൻ മുടി അങ്ങനെ വെട്ടലുണ്ട്, വീഡിയോയിലും കാര്യത്തിലും കാട്ടലില്ല എന്നുള്ളൂ. ഓളങ്ങനെ കാട്ടൂല എന്ന് ഉമ്മാക്ക് അറിയും. അപ്പൊ ഇതൊക്കെയാണ് അങ്ങനത്തെ ഒരു പിരാന്തുള്ളൂ. അപ്പം അങ്ങനെ ചെറിയ പോലെ ഇഷ്ടമാണ്, പുറത്ത് കാട്ടരുതെന്ന് അത്ര പറയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി കാര്യങ്ങൾ അവിടെ വെറൈറ്റി ലുക്കിൽ വരികയാണ്. ഇനി സിഫിന ഇത് വലിച്ചു നീട്ടി ഇൻട്രോ വലിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചേർക്കും. അപ്പം ഇനി അടുത്ത ഫ്രെയിം എന്ന് പറയുന്നത് സിഫിന അളിയാക്കാനായിട്ട് പെരിയക്കോണ ഫ്രെയിമും. ഞാൻ ഈ വീഡിയോ കാര്യം എടുക്കൂല. കാരണം എന്താ വെച്ചാൽ കേറിച്ചില്ല, ലാഗാക്കണില്ല. അവിടെ ചെന്നിട്ടില്ല പരിപാടി അതിലെ. അല്ലെങ്കിൽ തന്നെ ലോങ് നല്ലോണ്ടാവും. ഫുള്ള് ഞങ്ങള് ഇതിലിടുന്നുണ്ട്. അപ്പൊ എല്ലാരും കാണാം കണ്ടുവരും. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ഇടും. ഇന്ന് ഞായറാഴ്ച തന്നെ നമ്മളെ പെരിക്ക് ഇപ്പാനെ കാണാൻ വന്നാണ്. ഇപ്പൊ അത് വെച്ചാ പറഞ്ഞിട്ട് ഇന്നാളൊന്ന് കണ്ടിരുന്നില്ലേ. അപ്പൊ ഇന്നാ പിന്നെ പണിയില്ലോണ്ട് എല്ലാരും ഞായറാഴ്ച. അപ്പൊ ആളിപ്പോ പാക്ക് വെജാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരവ് കുറവാണ്, വീഡിയോ എടുക്കാൻ മണ്ട്, അങ്ങനെയാണ്. അപ്പൊ ഷംനൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. ഇപ്പിണ്ട്, സീനും ഉണ്ട് ഇവിടെ. അപ്പൊ നല്ല മഴയുണ്ട്, വെയിലുണ്ട് അല്ലേ. നല്ല കാലാവസ്ഥ, പണിയെടുക്കാൻ പറ്റിയ കാലാവസ്ഥ. എന്താ പരിപാടി? തക്കാരത്തിന് പോയി വരിക അല്ലേ. ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വാ. അപ്പൊ ഞാൻ ഓരോട് ഇൻട്രോ എടുക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെ എടുക്കാണ്. സംഭവം ഒരു പ്രാങ്കാണ്. എന്താ വെച്ചാല് ഒന്നുമില്ല. പിന്നെ എന്തൊക്കെ ഇൻട്രോ എടുക്കാണ്. എങ്ങോട്ട് പോവല്ലേ വരുന്നുണ്ട്. സംഭവം ഒരു പ്രാങ്കാണ്. എന്താ വെച്ചാല് ഓള് മുടി ഇവിടെ കട്ട് ചെയ്ത് ഇറങ്ങാണ്ട് എങ്ങനെ പറയാം, ബേക്കിൽ വീയാണ്ട് എങ്ങനെ പറയും, അന്നൊക്കെ നല്ല അഭിനയിക്കാൻ പറഞ്ഞിരിക്കണം കേട്ടോ. ഉണ്ടാവും നിൽക്കരുത്. ഓള് കോന്തവയാണ്. സംഭവം എന്താ വെച്ചാൽ ചെറിയ അപ്പൂനെ അവിടെ ഇറക്കിയിട്ട് ഓളും ഇങ്ങോട്ട് വരും. ഞാനോളും പോയിന്നാ പറഞ്ഞുകൊണ്ടാണ് സംഭവം. ഞാനും ഓളും ബ്യൂട്ടി പാർലറിൽ പ്രൊമോഷൻ കിട്ടിയിരിക്കണം. അപ്പോൾ അവിടെ പോയിങ്ങാണ്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ മുടി കട്ട് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ മുന്നേ മറ്റേ ബാർബി സ്റ്റൈലിൽ വെട്ടിക്കാണ്ട് അങ്ങനെ പറഞ്ഞങ്ങാണ്ട് നമ്മൾ പ്രാങ്ക് ഇറക്കിയോളം അങ്ങനത്തെ വീക്കും കാര്യമൊക്കെ ഓർഡർ ചെയ്തങ്ങാണ്ട് അവിടെ വെച്ചിങ്ങാണ്ട് ക്ലിപ്പാണ്. ആ ക്ലിപ്പ് അവിടെ വെച്ചിങ്ങാണ്ട് വരും. അപ്പം ഉമ്മ വിചാരിച്ചതും ശരിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പാർലറിൽ പോയി വരികയാണല്ലോ. ഓൾ ഇതിന് മുന്നേ ഒരു യൂ കട്ടാക്കി വെട്ടി. അപ്പം ഉമ്മക്ക് അറിയുള്ളൂ എന്തെങ്കിലും പിരാന്തൊക്കെ കാട്ടും. പിന്നെ ഇടയിലൊരു ഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ
ഉമ്മ ഓള് അങ്ങനെ മുടി വെട്ടിയിട്ടോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഉമ്മക്ക് വിളിച്ച് പറഞ്ഞിരിക്കണം. ആ പിരാന്തത്തിക്ക് അതിന് സുഖമില്ല അങ്ങനെ എങ്ങനെയാണ് പറയുന്നത്. സർപ്രൈസ് ആർക്ക്? സർപ്രൈസ് അവിടെ ഒരു പെട്ടിയിൽ എടുത്ത് വെച്ചിരിക്കണം. പോയി തിന്നോ, പോയി തിന്നോളി, രണ്ടാൾ പോയിക്കോളി. ചെല്ലു ചെല്ലു, എനിക്ക് തരാം. ഓളിപ്പോ വരും. ഇത് അതങ്ങനെ അങ്ങനെ ഇരുന്നിട്ടാ. ഇപ്പാനെ നിങ്ങളെ കാണാൻ ചൊറുക്കാണ്, അപ്പേ ചൊറുക്കിട്ടോ. അല്ല ഇപ്പാ, എന്റെ അപ്പാനെ കാണാൻ എന്തോ ചൊറുക്ക. ഉറങ്ങണം, മരുന്നിന്റെ ക്ഷീണം. അങ്ങനെ നമ്മളെ സമന ഇവിടെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. എന്താടാ എന്തോ സമനത്തോ? ആ, ഞാൻ അമ്മാനോട് പറയാൻ മറന്നു ഒരു സംഭവം. ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞില്ല ഇനിയോ. എല്ലാരും ഇവിടെ വന്ന് നോക്കി, എല്ലാരും ഇവിടെ വരി, എല്ലാരും ഇവിടെ ഇവിടെ വരി. നിങ്ങളെ മകള് കാട്ടി അതില് കാണുന്നുണ്ട്. നിങ്ങളെ മകള് കാട്ടി ഇവിടെ നിന്ന് തീരുമാനം സാറിനെ കാട്ടിയത് ഇവിടെ സവിക്കേ. ബാക്കി പിന്നെ വെക്കൂലല്ലോ. നോക്കിയോള് നിക്കണ നിർത്തും നോക്കിയാ. അതാ ഞാൻ പറഞ്ഞത്. ഇക്കൊല്ലായത് ഓള് പെരുകി പോയപ്പോ പിന്നെ ഒന്നുകൂടി വെട്ടിക്കാടത്തില്ലേ. നിങ്ങളെ മകളല്ല നോക്ക്. ഞാനും പെട്ടട്ടെ അങ്ങനെ, ഞാനും പെട്ടട്ടെ അങ്ങനെ. ഓൾ വന്നു. ഇതല്ലമ്മ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞത്. അല്ല എന്റെ ചെറിയാപ്പ കണ്ടിട്ടില്ലല്ലോ അത്. ചെറുപ്പത്തിൽ ഇങ്ങനെ ലെവലില്ലല്ലേ. ചെറുപ്പത്തില് ചന്തല അന്ന് വെട്ടാൻ കൊണ്ടേനി. വലുപ്പത്തില് വെട്ടിയതാ പോയപ്പോ കാട്ടിക്ക് നോക്കി പൊന്നാലമ്മ ഇല്ല. ഒന്നാമത്തെ ലാക്ക്, രണ്ടാമത്തെ ലാക്ക്, മൂന്നാമത്തെ ലാക്ക്, മൂന്നാമത്തെ ലാക്ക്. സണ്ണൊന്നും പഠിക്കാറ് അങ്ങനെ ആക്കിയ ഉള്ളു. അല്ലേ കുഞ്ഞമ്മ ഉദ്ദേശിക്കണ എന്താ വെച്ചാല് ഉള്ളിക്ക് ആക്കിയാൽ എനിക്ക് അവിടെ പെരയി പോയിക്കൂടെ. ചെറിയ പോയി അതൊന്നും അതാ നമ്മളോടൊരു ഇന്തോനേഷ്യക്കാരി വന്നിട്ട് നമ്മളോട് ഇന്തോനേഷ്യക്കാരി പെണ്ണ് പറയണ ഈ പെണ്ണിനെ വെട്ടാൻ അറിയില്ലാന്ന് ആ കണ്ണുമ്പോ പറഞ്ഞു. പൈസ വെറുതെ കിട്ടിയല്ലേ ജാതി വെട്ടാം. ഇമ്മ അത്രയും മുടിയില്ലോള് യു ഷേപ്പാണ്ട് വെട്ടിയില്ല, മുടി ഒക്കെ ഉണ്ട് പോയി. അതാ ഓൻ്റെ ഇത് വരാൻ നോക്കുക. അതാ മുഖത്തുനിന്ന് കള്ള നിലവിളിയാണ് നിലവിളിച്ചൊക്കെ കുപ്പായി താത്തേ. അതാ അതാ എന്തേപ്പത് ഇല്ല. സമ്മ കാട്ടിയത് കണ്ടങ്ങള് വീടെടുക്കാൻ വിളിച്ചേ എന്താ വെട്ടിക്ക ഒന്നായിട്ടാണ് വെട്ടിക്ക. എന്താ കാട്ടുന്നു
ഇമ്മ ബോബ് സ്റ്റൈല് വിചാരിച്ചു ഈ പെണ്ണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഞാൻ അവളോട് പറഞ്ഞതാണ് അങ്ങനെ വെട്ടല്ലേ വരിക്ക് വരിക്ക് വരുന്ന മുതലാണത്. എന്തായാലും ആരെ കിട്ടിയിട്ട് ഇപ്പത്തെ കാര്യം വളരുന്ന സാധനല്ലേ. മുട്ടിയൊക്കെ മുട്ടിയൊക്കെ വെട്ടണെങ്കിൽ ഇപ്പൊ മാപ്പിളാരെ കാക്കുക പോയിന്റ് വിട്ടാലേന് ഞാൻ അളിയാക്ക സിറ്റിനെ വെട്ടുണ്ട് ഇങ്ങനെ. നിങ്ങളെന്താ പേനുമ്മ കളിച്ചിക്കണം? ഞാൻ പെട്ടട്ടെ? കുഴപ്പമില്ലല്ലോ. അണ്ണാച്ചികളെ അതിലുണ്ടല്ലേ പൈസ ആരമാതിരിയാ സമ്ന ഇജിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എങ്ങനെ ഇറങ്ങുക? ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ ഉപ്പാന്റെ പെണ്ണിനെ മൂപ്പിച്ചാണ് നല്ല മുടിയാണ് ഇങ്ങനെയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോ ഇപ്പൊ ഫേമസ് ആയില്ലേന്നൊക്കെ പറഞ്ഞു. ചെറിയപ്പനെ വിളിച്ച് വീഡിയോ എടുക്കണം. ഇപ്പൊ മുടി കെട്ടിയപ്പോ ഏതായാലും ലോങ് കിട്ടി. എങ്ങനെയുണ്ട് ഇത്? എനിക്ക് പറ്റിയോ? അവിടുത്തെ കണ്ണാടിയില് അടിപൊളിയാ. ഇത് പെൺകുട്ടികളെ ഡ്രസ് ചെയ്യില്ല. എന്താ പറയല്ലേ ഓളെ കണ്ടിട്ട്? ശ്വാസം മുട്ടി ശ്വാസമൊക്കെ ഓരല്ലോ ആ കുപ്പായന്റെ അതി കൊടുത്ത് ഫിദോ ആണോ? എന്തമ്മാ വിളിച്ച വീഡിയോ എടുക്കാൻ വിളിച്ച പോണം. നേരത്തെ മഴ ചെയ്യും. എന്താ അടിച്ചാത്ത്? കുഞ്ഞിപ്പെങ്ങളെ അടിച്ചാത്ത അല്ല ഈ മുടി ചോദിച്ചോളി. അത് വെട്ടി എങ്ങോട്ടല്ല നിക്കുക. ആ വേക്ക് പോവില്ല. ബാർബി എന്താ ബാർബികൾ മാമാട്ടി കുട്ടിയമ്മ പണ്ടോള് ചെറുപ്പത്തിൽ ഇങ്ങനെ വെട്ടീനി. എത്ര വയസ്സ് വരെ അമ്മ? എത്ര വയസ്സ് വരെ? അതൊക്കെയാണ് ഓന്റെ തലമുറ നിങ്ങളൊക്കെ പോയി യൂട്യൂബിലിടണം. ചെറിയ പോയി ബാക്കി ഒന്നാം ദിവസം, ചെറിയ ദിവസം പോയി ബാക്കി രണ്ടാം ദിവസം നിങ്ങളായിട്ട് ഉക്കൂലെന്നെ. ചെറിയാപ്പൂനെ വിളിച്ച് വീഡിയോ നമുക്ക് വേറെ എടുക്കാല്ലേ? Q&A എടുക്കാണ്ട്. തമ്മാക്കൊന്നും പറയാല്ലാണ്ട് കെട്ടിച്ച് മാപ്പിളന്റെ കജ്ജി കിട്ടട്ടെ നമ്മ വിചാരിച്ചിട്ടില്ല അമ്മ. അല്ലാതെ അമ്മക്ക് പഠിച്ചാലേ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ നിൽക്കാതെ നിങ്ങളോട് അതേ പറഞ്ഞിട്ട് അത് കണ്ടിട്ട് ഞാൻ നിന്നോളാം. ഷെഫീക്ക് പോയിട്ട് എന്റെ തുണി കുപ്പ എടുത്തോണ്ട് തരുമോ? എന്താ കാട്ടുന്ന ആ പെണ്ണ് കണ്ണു തോന്നതിന് പിന്നെ ഇവിടെയാണ് ഫസ്റ്റ് ഈ ലെങ്ത്തിലാണ് പറഞ്ഞത്. ഇവിടെ എത്ര ലെങ്ത്താണ്, പിന്നെ നീളം കുറച്ച് വെട്ടി. ആ പെണ്ണ് നോക്കി ഒറ്റ വെട്ട് ഇവിടെ വെട്ടി കഴിഞ്ഞിട്ട് എന്താ കാട്ടുക? ചീത്ത അറിഞ്ഞോളോട് ചോക്കി ഇനിയാണെങ്കിലേ ഇന്നത്തെ ഇഷ്ടല്ലെങ്കിൽ നഷ്ടപരിഹാരം ചോദിച്ചാ ഓല് തരണം. അപ്പൊ ബ്യൂട്ടി പാർലറിലത്തെ ഒരു പെണ്ണിന്റെ മുടി കൊളാക്കി കണ്ടില്ലേ? എത്ര ലക്ഷം കൊടുത്ത് അങ്ങനെ കൊടുക്കണ്ടേ? എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്താ പറയാ? അയാൾക്ക് മുടിയൊക്കെ പോയിട്ട് മൊട്ടാക്ക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാ ഞാനൊരു സണ്ണ നാളെ ചെയ്താ ചെയ്തില്ല ഒന്നും കാട്ടൂല. ഇനി മൊട്ടടിച്ചേ പിന്നെ അതിനെ വെട്ടിക്കോട്ടെ പറഞ്ഞിട്ട് നല്ല സ്വഭാവങ്ങള് പുറത്തിറങ്ങിയാലോ ഇതന്നെ പറയണേ. നിങ്ങൾ ഇന്റെ മൊട്ടടിച്ച് പറഞ്ഞു ഓളെ നമുക്ക് ചെറിയപ്പോ എന്താ കാട്ടുക?
ഞങ്ങള് യൂക്കട്ടും വീക്കട്ടൊന്നും വെട്ടില്ല കേട്ടോ. ഓള് ഒരു പ്രാവശ്യം നാള് പോയിങ്ങാണ്ടില്ലേ യൂക്കട്ടൊന്ന് വെട്ടി. അടി ഇങ്ങനെ മറ്റേ ഒരു കായ ഉണ്ടായിട്ട് യൂക്കട്ടൊന്ന് വെട്ടി ചെറിയ മട്ടത്തില്. അന്ന് ആയിക്കോട്ടെ അത്രയും പെടുന്ന കൊറേ ചീത്തട്ടി. ചെറിയാപ്പൂര് കുഴപ്പമില്ല വെട്ടത്. ചെറിയാപ്പൂര് കുഴപ്പമില്ല. വിളിച്ച് സീന വിളിച്ച ചെറിയാപ്പൂര് വിളിച്ച വീഡിയോ എടുക്കാൻ പാറി. ഇത് പറയണേ വീഡിയോ എടുക്കാൻ പാറി. ഇത് പോണ അറിയില്ലല്ലോ പെരിയിലേക്കാരൻ. ഞങ്ങള് ഞങ്ങളിപ്പോ വരിക ഓളറിയാക്കാനപ്പോ വണ്ടി ഉണ്ടല്ലേ അപ്പൊ അതോട് അല്ല അതപ്പോ ഞങ്ങളിപ്പോ ഇനി കുഞ്ഞാനും കിട്ടൂല. എച്ച് വെച്ച ഇനി കുട്ടിക്ക് പനിയാണ്. ഞങ്ങളിപ്പോ ഇനി നാളെയും മറ്റന്നാളും തന്നെ വേണം ഇങ്ങള് പറയും എന്റെ മുടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അങ്ങനെ നടക്കും. ഒരു കുഴപ്പമില്ല. ഐ ലവ് യൂട്യൂബ് വെച്ചാ കടീന്ന് പെണ്ണല്ലോ വെച്ചേ ഏത് കടയാണ് ഇപ്പൊ എന്റെ മോളുടെ കട ഞാന് നിങ്ങളെ മുതലാളിന്റെ കട ഉണ്ടല്ലോ അവിടെ. അവിടെ കയറിയത് ഞാൻ പെണ്ണിന് വെട്ടാനറിയോ നീ പെണ്ണിന് വെട്ടാനറിയോ വീഡിയോ അങ്ങനെ എടുക്കുമ്പോ പറയാൻ പറ്റുമോ കോളയിക്കണെന്ന് പറയാൻ പറ്റുമോ? കോല പാർലറിന് നാണക്കേടല്ലേ? കണ്ണെ വിളിച്ച് തന്നാ ചെറിയാപ്പൂനെ എന്റെ ഒരു മുടി വരുണ്ടോ കുട്ടണം ചാട്ടുമ്പോ ആ വടിയൊക്കെ ഒന്ന് എടുത്തൊടുത്താണ് ഇവിടെ മുന്നിൽ തന്നെ വരുമ്പോത്തിന് എടുക്കാല്ലേ പരുവത്തിന് വെച്ചുകൊടുക്കി. ഞാൻ പറഞ്ഞു നിങ്ങളോട് 10,000 വട്ടാ പെണ്ണറിയാതെ മനുഷ്യന്മാരൊക്കെ ഞാൻ വാതിൽക്ക് കുല റൂമിലല്ലേ ഇമ്മക്ക് നാണക്കേട്. അന്തിക്ക് ചോറുണ്ടതിണ്ടാ ഉസുറും പൊളിയില്ലാതെ അന്തിക്ക് അതിനൊക്കെ എന്റെ കുന്മാനി സബീക്കും അയക്കൂലേ ജയക്കൂലേ മുടിയൊക്കെ വെട്ടി ഇതാക്കും. ഞാൻ അങ്ങനെയല്ല കുന്മാനെ. ഞാന് സ്റ്റെപ്പ് കട്ടാ വെട്ടണേ അവിടെ ചെറുത് കുന്മാനെ ഇവിടെ ഒരു കട്ട് ഇവിടെ ഒരു കട്ട് ഇവിടെ കട്ട് ഇങ്ങനെ കട്ട് കട്ട് ചെയ്യൂലേ അങ്ങനെ ഉണ്ടാവും. ആദ്യം ഇവിടെ ഒരു കട്ട് പിന്നെ ഇവിടെ പിന്നെ മറ്റേ സിനിമ പറഞ്ഞോലൊക്കെ ചെയ്താ നമ്മളൊന്ന് ആറ്റുതോട്ട് ചെയ്യുമ്പോഴത്തേനും അത് പറ്റൂല. ആ ഇതിന് കിളിയേക്കണ് കിളിയൊക്കെ 2-3 പോയിക്കണ്. ആ ഓക്ക് ഒറ്റക്ക് അക്കൗണ്ടില് പ്രൊമോഷൻ ഒക്കെ വരല് തുടങ്ങിക്കണേ. അതിന്റെ വിരാൻ തന്നെ ഒരു മുടിയെ തിരി ഒഴിവാക്കട്ടെ ഞങ്ങൾ അറിയണേ. അല്ല അപ്പൊ കാട്ടണ് എത്രങ്ങാനും മുടി ഇന്ത്യയിലേറെ മുടിയില്ല ഇനി മോക്ക് ശരിക്കിന് കട്ടില്ല മുടിയേനി ചന്ദിന്റെ അത്രക്ക് ഉണ്ടേനി. ഓ കണ്ട് പേടിച്ചിക്കണേ. എടാ ഇതുട്ടിയേ ആ കവറിലുണ്ട് പാലും ഞങ്ങളിത് പറയണ് വന്നത് എന്റെ മാപ്പിള എന്നെ കണ്ടോട്ടെ ഞങ്ങളൊന്നും പറയാൻ നിൽക്കൂല. ഞാൻ പോണില്ല ഇന്ന് തെറ്റു നാളെ തെറ്റു മുണ്ടിക്കോളൂ. അല്ലാതെ ഇപ്പൊ ഏതായാലും ഒഴിവാക്കൂല എനിക്ക് നല്ലോ അറിയാലോ. ഞാൻ ഈ കുട്ടീനെ ഡെയിലി നടക്കല്ലേ ഇനിയോ ഓള് കുളിമ കഴിക്കാൻ ആദ്യത്തെ റെസ്റ്റ് ചെയ്ത് അന്ന് അറിയാൻ പറ്റാതെ പെണ്ണാണ് കൈ കെട്ടിയാതി.
എന്താണ് എത്ര മിനിറ്റ് ആയി വീഡിയോ നിങ്ങൾക്ക് ഒന്ന് പോണല്ലേ? അവിടെ യാതൊരു കൂസലും ഞാൻ പൊട്ടുന്ന എന്നാലും നിങ്ങൾക്ക് ബേജാറ് ഇതൊക്കെ ഒരു കുഴപ്പമില്ല എനിക്ക് പോണം. ആ ഞാൻ ചാറിട്ട് നടക്കുന്നേ എന്നിട്ട് ബീവിയാവും മറ്റേത് കയറിയാൽ ഞാൻ ഞാൻ പെട്ടുമ്പോൾ മണങ്ങൾ ഈ സപ്പോർട്ട് ഇട്ടോ. ഇത് പാല് വെട്ടിയത് ഞാൻ വെട്ടിയത് കുഴപ്പമില്ലമ്മ. ഇത് പാല് പോയതല്ലേ ഇതില് കണ്ണൊക്കെ കണ്ടോടി ഇന്നെ പറ്റി നല്ല കാരണം ശബ്ദം കാണാൻ പറ്റില്ല കാണാൻ. ഞങ്ങളുടെ വാപ്പയുടെ ജീവിക്കുന്ന സമയത്താണ് ആ പെണ്ണിന് പാല് പോയതാണ് കൊണ്ടാൻ വെച്ചേ. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ശരിക്ക് കണ്ടോട്ടെ ആൾക്കാർ. നിങ്ങളെന്താ മടിച്ചിങ്ങാട് അവിടെ പോയിക്കണ്? ഇത് ഇതൊക്കെ ഇതിനോട് ഇഷ്ടം ഏതാണെങ്കിൽ ആറ്റി കുടിച്ചിട്ടുണ്ട്. മുഖം നോക്കിയിട്ടില്ലല്ലോ. ഓളേത് ജമീലാത്തില്ലേ അതിലിറങ്ങിക്കോ, റോട്ടിക്ക് ഇറങ്ങിക്കോ. എല്ലാ പേരുടെ വാതിലും പോയി മുട്ടി. ഞാൻ അവിടെ റോഡ് കുത്തിരുന്നു. ഞാൻ ഇന്നലത്തെ കഥ എല്ലാവർക്കും അറിയാം. മുടി വെട്ടി ഞാൻ പുള്ളുകാരി കുത്തിരിക്കാൻ പറയണേ പീഡിപ്പിച്ചോലെ അറിഞ്ഞിരിക്കണം. അതിന് മേറ്റൊന്നുമില്ലല്ലോ മുടിയൊക്കെ ഞാന് കണ്ണാടി നോക്കിട്ടല്ലോ ഇവിടെ ഒരു കണ്ണാടി ഇല്ല. അപ്പൊ 4 കണ്ണാടി ചെറുമിയെന്ന് ചെറുമിയെന്നോ ഉമ്മാന്നും കേട്ടില്ല. ഓ ചെറുമിയെ കണ്ണാടി നോക്കി ചെറുമിയെ. എന്താ സവിക ചെറിയ പേരാത്തെ വിളിച്ചേക്ക്. പ്രശ്നല്ലോ ഇപ്പൊ ഇരിക്കാവേ ക്യൂഎൻ എടുക്കണ്ടേ? എടി ഇവിടുന്ന് അവിടുന്ന് ഉമ്മ ചോദിച്ചു പറഞ്ഞോളൂ നിങ്ങൾ കണ്ണു വെട്ടിയാ വന്നാതി ജമ്മായിമ പോലെ ഉണ്ടാക്കാൻ നിനക്ക് അങ്ങോട്ട് ചെറിയപ്പൂ. അവിടെ ഉമ്മ ചോദിച്ചാൽ നിങ്ങൾ ചെറിയപ്പോ നടി ഇന്ന് ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകും മൊത്തത്തില്. എങ്ങനെടി എന്ത് ചെറിയാപ്പ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർ അല്ല ഗുഡ് ഈവനിങ്. എല്ലാരും കിളിയും ബൈക്കാണ്. ഞങ്ങള് കുറച്ചേരായി. ഞാനൊന്നും തേച്ചിട്ടില്ല. എന്റെ പെണ്ണുങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിക്കാണ്. ഇമ്മ കണ്ട് വീളി വയ്ക്കാണ്. ഞാൻ എന്റെ പെണ്ണുങ്ങളല്ല. ചെറിയ ഞാൻ ഇടും. ഇച്ചി കണ്ടന്റ് കിട്ടിയാ മതി. എന്താ പറഞ്ഞത് പേര് പറഞ്ഞു
ഇതെന്താ അവിടെ കിടന്ന ധൈര്യം കുറച്ച് ഇന്നോട് വെച്ചണ്ട. ഞാൻ കുട്ടീനായിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയപ്പോ ഓളെ ഞാൻ കാട്ടി പോകുന്നു. ഇതടാ മറ്റേ ബാർബി ഇതില്ലേ ബാർബിയാളെ മുടി ഇത്രക്കില്ലേ അതാ സംഭവം. ഓള് പറഞ്ഞു പഠിച്ചിട്ടാണ് ഇക്കോല അല്ലെങ്കിൽ ഇപ്പൊ ഈ മുന്നിങ്ങനെ ഇതിലൊന്നും അതിന്റെ ഇന്റതാ ഇമ്മ പറഞ്ഞിട്ട് പറ്റിയാണ് ഉമ്മക്ക് കുഴപ്പമില്ല. അതിനെ ചെറിയപ്പോക്ക് യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോ കുറച്ച് കൂടിയിരിക്കണം. എന്തെങ്ങൾക്ക് എന്നോട് ചൂടായത് അത്രയും നേരം ചൂടായിട്ടില്ല. ഇമ്മ ചൂടാവേക്കാരം ഇതെന്താ കോലും ഇതെന്ത് മോഡലാണെന്ന് പറഞ്ഞേ മക്കളും അല്ലേ എവിടുന്ന് കിട്ടിയ മോഡൽ വെച്ച് മനസ്സിലായില്ല. പെണ്ണിനോട് പറഞ്ഞാണ് വന്നിട്ടില്ലല്ലോ. ഇമ്മി ചിന്നിയാനോ പോയേ ഇമ്മിങ്ങളെ സ്കൂട്ടിമ ചിപ്പിനാലാക്കാണ്ട് സ്കൂട്ടിമേ വന്നു. അല്ല ഇനി ഇമ്മാന്റെ പ്രേതാണ്ട് പിന്നാലെ ഉണ്ടായിന്റെ ചെറിയ അങ്ങനെ തന്നെ ഉമ്മ ഉണ്ടായി കേട്ടിട്ടേറിയപ്പോ ഉമ്മ എന്നാ വളരുന്നവരെ ഇവിടെ കുത്തണോ? ഞാൻ ഇതെന്താ ഇവിടെ ഇങ്ങനെ ഡബിളാ ഇങ്ങനെ നിക്കണേ? സെക്കൻഡ് ഇയർ അപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടേനോ? ഫസ്റ്റ് ഒന്നും കൊണ്ടുപോയില്ല. ഞാൻ എന്നോട് 100 വട്ടം പറഞ്ഞു. അവിടെ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞിട്ട് എന്നാ വാ, അള്ളാ, മലാ അല്ല നമ്മള് ക്യൂഎന്നൊക്കെ വന്നല്ലേ അതൊന്നും വേണ്ട. ആ അല്ല അപ്പൊ ഇന്നും നാളെയും വളരെ യൂട്യൂബ് നിർത്താൻ പറ്റുമോ? അത് മറ്റേ സാധനം ഇട്ടാണ്ട് മേലക്കാൻ പറ്റൂലേ? ഞാൻ വരൂല. എന്റെ ഡ്രസ്സും കുപ്പായം കൊണ്ടുവന്നേരി. അനക്ക് മറ്റേ സാധനം വെച്ചാൽ കിരീടം വെച്ചേ എന്നോട് വെട്ടാൻ പറഞ്ഞ ഞാൻ പറഞ്ഞോട് വെട്ടാന് പിന്നെ ഇജ്ജ് വരില്ല എല്ലാം തീർക്കണേ. അതിനോട് പറഞ്ഞാട് കൊണ്ടാടിയിലൊക്കെയപ്പോ ആ എന്നാലത്തെ പ്രാങ്കില് ചെറിയ ഞാൻ വന്ന ഇന്നെ നമ്മള് ഡിവോഴ്സ് ആണ്. അത് പ്രശ്നമൊന്നുമില്ല. എന്താ അളിയാക്കാന്റെ റിയാക്ഷൻ കിട്ടിയ ഞങ്ങൾക്ക് ഇതിനെ ആരൊന്ന് വിളിച്ചാലും നിങ്ങള് പറഞ്ഞോണ്ടി ആരെന്ത് പറയണത് ഞാൻ ചെയ്തെടുക്കും. എന്താ ഞാൻ അങ്ങനെ ഒന്നും ചേച്ചില്ലല്ലോ. തോക്ക് മാത്രം കൊണ്ടുപോയി നോക്കിട്ട് നാളെ ബ്യൂട്ടി പാർലർ ഉണ്ടാവട്ടോ. ഞാൻ പറ്റൂല. ഞാൻ മുടിമ തൊട്ട് ഞാൻ പറഞ്ഞു അവിടെ ട്രെയിനിങ് എനിക്ക് പെണ്ണ് ബ്യൂട്ടി പാർലർ എന്ത് ട്രെയിനിങ് പുതിയ കടന്ന് തുടങ്ങിയ പോലെ പറയിപ്പിച്ചാൽ വേണ്ടി ആളെ എത്തുമോ? നഷ്ടപരിഹാരത്തിന് കൊടുക്കുക 5 ലക്ഷം 5 ലക്ഷം ഞാൻ തരാം. 4 വിളിച്ചാലും പറഞ്ഞോണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പോണില്ലമ്മ. ഞാൻ വളർന്നത് പോകുന്നു. ഞാൻ 3 പേർക്ക് തിന്നോളാന്നേ. അല്ല ഓള് അവിടെ ഒന്ന് തോന്നോട്ടെ കോലത്തില് ഒരു മുടി വെട്ടിട്ട് തള്ളക്കും വേണ്ട മാപ്പിളക്കും വേണ്ട പെരക്കാർക്ക് ആർക്കും വേണ്ടേ? ഇന്ന് മുടി വെട്ടി നാളെ
നാളെ ഈ ഫുൾ കൈ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് കജ്ജൊക്കെ മുറിച്ച് മറ്റേ ട്രൗസറൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്നില്ല അങ്ങനെ മദാമന്റെ മാതിരി. ഓൻ എന്റെ ബാക്കിയാണ്. നാളെ അവിടെ നിന്നോട്ടെ നോക്കണ്. നിങ്ങളൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ അതിന്റെ ഒപ്പം നിക്കണൊക്കെ റിയല്ലാവും. ഇജ്ജ് അതൊന്നല്ല അതിന് മാങ്ങി പൊടിച്ചിക്കണ അടിയിട്ടാക്കാനാ. വലിയ കുഴപ്പമൊന്നുമില്ല. സന്നത്തെ ഒരു മിനിറ്റ് കുറച്ച് സ്ട്രൈറ്റ് ചെയ്തതാണ് കുറച്ചല്ലേ. ഒറിജിനൽ അത് ഒറിജിനൽ പറ്റിയാണ്. അപ്പൊ സ്ട്രൈറ്റ് ചെയ്യൂല. അലയാക്ക ഓരോന്നോരോന്നായി നിക്കാതെ അലയാക്ക മുടിച്ച് വലിച്ച് മീൻസോട്. ഞാൻ ഒറിജിനൽ അല്ല വെച്ചിട്ടേ എങ്ങനെ വരും വെട്ടി വന്നാലേ പിന്നെ എങ്ങനെ പോരാനാ. ഏതായാലും കുന്മാനെ എടാ പോകേണ്ട വെച്ചാല് പൊയ്ക്കോളി. ക്യൂ എന്നെ എടുക്കില്ലല്ലോ ചെറിയാപ്പൂ. അതിന്റെ മോൻ നോക്കിയാ ഞാനൊരു പരിപാടിക്കില്ല. വളരുന്ന സാധനല്ലേ. അപ്പൊ ഈ ഇവിടെ വളർച്ച നിക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. വളരുന്ന സാധനല്ലേ മുടീന്ന് ഇമ്മ പറഞ്ഞു. ഞാൻ വെട്ടി ചെറിയാപ്പങ്ങളൊന്നും കാട്ടൂല. സത്യം പറഞ്ഞില്ല. ഇമ്മാരെന്തിനാ കണ്ണിട്ടല്ലേ വന്ന് ഒറിജിനൽ മുടിയാണോ അത്? ഞാൻ പൊടിയാണ് വലിച്ചു വരുന്നില്ല. ഒറിജിനൽ അത് ഷാമ്പു വരച്ചാണ്. ഷാമ്പു നല്ലോണം ഷൈൻ ചെയ്ത് അതിനുള്ള അതിന് ക്രീമൊക്കെ ഉണ്ട്. അതേ തേച്ച അതേ ഇത്ര സ്ട്രൈറ്റ് ആയി നിക്കുള്ളൂ. അല്ലെങ്കിൽ ആകെ ചുരുണ്ട മുടിയല്ലേ. ഞാൻ കുട്ടി കരഞ്ഞിട്ടാണ് പോയിനി. അപ്പൊ അത് ഓണപ്പരിപാടിന്റെ ഞാൻ വരുന്നില്ല. എന്നാലല്ലേ അവിടെ കച്ചവടം ഉണ്ടാവുള്ളൂ. ഞാൻ തന്നെ മാറിനോളാ. ഏതായാലും വീഡിയോ ഒക്കെ അവിടെ തീരെ ക്ലിയർ അല്ല. കുറച്ച് ഇവിടെ നിന്നാണ്. ഞാൻ ഇത് പബ്ലിക് ആക്കൂ. ചെറിയാപ്പൂന് നാണക്കേട് ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളും ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നു. ഉമ്മ എന്റെ വീഡിയോയില് വന്നു. ഞാനാ വെട്ടി പറയാം. ഞാൻ കൈ എടുക്കൂലേ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കാട്ടാറുണ്ടോ? ഇന്നോട് സൂചന പറഞ്ഞിട്ടില്ല വെട്ടിട കാര്യേ. ആവുമ്പോ കേറി കുത്തിരിക്കുന്നുണ്ട്. കൊരങ്ങന്മാര് കുത്തിരിക്കണ അറിയാൻ നോക്കിയപ്പോ പ്രൊമോഷൻ കിട്ടിയതാ പോയതാണ്. നിങ്ങളൊക്കെ കഴിച്ചില്ലാന്നല്ലോ വെട്ടിയത്. നിങ്ങളെ പുറങ്ങേനേ. നിങ്ങള് ഇത് പറയില്ലാത്ത നോക്കിയ മോന്ത ഇത് അറിഞ്ഞിട്ടില്ല. ഞാനേ ഇതിന്റെ ഇടയ്ക്ക് മണ്ടിപ്പാഞ്ഞ് പോയി. പോയി അത് എടുത്ത് പോന്നു. അല്ലെ കമന്റ് വരും. നല്ല ഉറക്കേനി. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇത് പറയണം വിചാരിച്ചു. എന്താ കുന്മാൻ ഇങ്ങനെ നിന്ന് ഇതാവണേന്ന്. അപ്പൊ കുന്മാൻ ഉറങ്ങേനി കേട്ടോ സത്യത്തില്. അപ്പൊ ഞാൻ അന്ന് ഞങ്ങളന്ന് അവിടെ പോയി ചെയ്തതാണ്. വെള്ളം കലക്കിയതാണ്. ജ്യൂസ് വേണം. സെയിൽസ്മാനത്തെ ആക്കാന്. പ്രതിമ പൊന്നാലല്ലേ അവിടെ നിന്ന് കൊടുത്തതല്ലേ. വെട്ടാൻ അറിയാത്ത പെണ്ണേനി എങ്ങനെ നിങ്ങൾ പോയി നോക്കി നിങ്ങളുണ്ടെന്നപ്പോ ഇതിന്റെ അട്ടിയാക്കി തരും നിങ്ങളെ. നമുക്ക് ഇതിലേറെ വലിയ പ്രൊമോഷൻസ് ഒന്നുമില്ലല്ലോ. അതൊക്കെ നമ്മൾ ഒഴിവാക്കി. എന്തൊക്കെയാണത്?
ഒരു മുടി വെട്ടി എത്ര വലിയ കേസാക്കണം. 3 കുറിച്ച് വലുതായിട്ടാണ് ചുമതല. എന്താണ് ഞാൻ ശരിക്കിച്ച് നോക്കാന്ന് അലച്ചു പോയി പരീക്കത്തണ്ടേ പണിയില്ലേ സംഭവം ഇതൊക്കെ പേനും ഉണ്ടയില് ആൾക്കാര് കാണാനല്ലേ കെട്ടിക്കണേ. അതിന് തിന്നാറൊന്നല്ല കജ്ജ് കൊടുത്തോ. ഇല്ല, ഇല്ല, ഇല്ല. കഴിഞ്ഞില്ലമ്മ ഞാൻ പോയി ബാക്കി. വരി നമ്മളെന്തേലും വീഡിയോ എടുക്കാൻ വന്നാണ് ഞാൻ അങ്ങനെ പരിപാടിക്കില്ല. മുടി വെട്ടിയ കാരണോ? അല്ല, ഒന്നുമില്ല. ഞാൻ മുടി കാണാത്ത വെടുത്ത ഷാൾട്ടോളാ. അത് നടുവായവൊക്കെ ഉള്ളിക്കട സ്ലൈഡർ കുത്തിയച്ചളഞ്ഞ് ഇഞ്ചി ഇങ്ങനെ കാട്ടി ഇങ്ങനെ ഇറക്കി നടക്കണം എല്ലാരും മൊത്തം ഏതായാലും വെട്ടി വളയിലേ ഇങ്ങനത്തെ അമ്മാനെ കിട്ടിയ ഭാഗ്യല്ലേ വേറെ അമ്മമാരാണെങ്കിൽ എന്ത് ഓല് ചെയ്യണ കണ്ടാലേ ഞാൻ ചെയ്യണമാണെന്നത് കാണുക. അന്നെ പറഞ്ഞു നാട്ടാരേതാ ഞമ്മളേതാ പറ്റൂല. അതിലൊക്കെ ചോറുണ്ടോടെ ഞാൻ ഇവിടെ തന്നെ ഞാൻ ചെറിയാപ്പിനൊപ്പം പോവില്ല. ഒറ്റ ഞാൻ പോവില്ല. അയച്ചു പേടിയാണ് ഞാൻ അല്ല പേടിയെങ്കിലും ഉണ്ടല്ലോ ഉസുറം കൂടിയില്ല എന്താ സമയം ഒക്കെ പൊയ്ക്കണതില്ലേ അതന്നെ മരുന്ന് ഇറങ്ങിക്കോ സാറേ കയറാം. നല്ല കോലമുണ്ട് കാണാം. ഞാൻ അങ്ങക്കൊക്കെ സന്തോഷായിക്കോട്ടെ അതെയാക്കാ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓൻക്കെന്താ ഓരോ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഓളെ നാട്ടുമില്ല എന്റെ വന്നിട്ട് ഇതാണ് എന്തമ്മാ ഞാൻ മുടി വെട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇഞ്ഞേ ഈ മുടി വെട്ടണോല് കുറച്ചെന്നെ ഒളിച്ചോടും ചെറിയാപ്പോ സൂക്ഷിച്ചോ പോയി കിട്ടുമല്ലോ അറിയില്ല. ഇപ്പൊ അതാണ് ട്രെൻഡ് അടുത്ത അത് വേണം കേട്ടോ നല്ല കണ്ടന്റാ ഒളിച്ചോടിക്കും കാര്യം ശ്വാസം മേലക്കാണ് കേറി രണ്ട് പല്ലുണ്ട് മയിലിന്റെ മാതിരി മുന്നില് ഇപ്പൊ ആരും കാണണ്ടേ. അതാണ് ഇപ്പൊ തെളിഞ്ഞ കാണുന്നത്. ആ പ്രശ്നല്ലേ ഇപ്പൊ ശരിക്ക് കാണുന്നുണ്ട്. ശരിക്കും നോക്കി നോക്കി ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയാപ്പ അവിടെ 4 കണ്ണാടി ഉണ്ടായിന് മുടി വെട്ടി കൊടുത്ത് അവിടുന്നൊക്കെ അപ്പൊ ഇജ്ജ് വെട്ടിയപ്പോ കത്രി വെക്കുമ്പോ എനിക്ക് നെറ്റിമ തട്ടാടിയില്ലേ? ഞങ്ങളും അങ്ങനെ കണ്ണിന്റെ അടിയൊക്കെ വെട്ടണം. ഇപ്പൊ അമ്മക്ക് നോക്കുമ്പോ കണ്ണോർന്ന് എന്താ പ്രശ്നം? ഓളൊക്കെ പറയും കണ്ണാടി നല്ല സ്റ്റൈലാക്കി വാർന്ന് കുത്തിരിക്കന്നെ അവിടെ കണ്ണാടി കാണുമ്പോ നമ്മള് ഏറെ രസല്ലേ പുറത്തേക്ക് അങ്ങനെ രസം ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഇങ്ങനെ വെട്ടണ തന്നെ കണ്ണിച്ചർക്ക് കാണൂലല്ലോ. നിങ്ങൾ വന്നിട്ട് വെട്ടിയ പറഞ്ഞോക്കി ചിലപ്പോട് പറഞ്ഞോക്കി ഓനറിയാം ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ വെട്ടി തെളിവുണ്ടല്ലേ നിങ്ങളൊപ്പം പോകുന്നത്. ഓൻക്കറിയാം ഇമ്മ വരൂല. ഞാൻ പോയി ഞാൻ എങ്ങനെയാ ആൾക്കാരിനെ നോക്കണത്? കല്യാണത്തിന് തന്നെ അമ്മ പോകുന്നില്ല പ്രമോഷന് വേണ്ട പിന്നെ മുടി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെന്തേ? അതേപോലുള്ള പ്രൊമോഷൻ മുടി മാത്രം. അതോടെ പിരിയം പ്ലക്കേണ്ട ആവശ്യമില്ലല്ലോ, കാണൂലല്ലോ, അങ്ങനെ ഇട്ടാ മതിയല്ലോ അല്ലേ? ഓളെ പിരിക അങ്ങനെ തന്നെ ഇടാ കുളിച്ചും വേണ്ട കുളിച്ചാൻ പാടില്ല. സ്ട്രൈറ്റ് ചെയ്ത് 3 ദിവസം കുളിച്ചാൻ പറ്റൂല. 5 ദിവസം സുഖായി 5 ദിവസം കുളിച്ചാൻ പാടില്ലേ? അതിനുമാതിരി മുതലുണ്ടെങ്കിൽ 5 ദിവസം കുളിച്ചാക്കാൻ പറ്റിയ സാധനം ഞാൻ പോകും. ഇവിടെ ഞാൻ 20-ാം തീയതി എന്തായാലും വരാൻ നിന്നല്ലേ. കുറച്ച് മുന്നേ പോന്നൂലേ 2 ദിവസം മുന്നേ ആയാലും ഇപ്പൊ എന്താ കുഴപ്പം. കുന്മാരെ ഞങ്ങള് പരീക്ഷ കഴിഞ്ഞാ പോരും നിക്കാന് നിങ്ങൾ നിങ്ങൾ വന്നിട്ട് പറ്റിയാണ്. പോയോ ഞാൻ കാണിച്ചു ഞാനില്ല എന്റെ കാട്ടി കൊടുത്തോണ്ട് കൊണ്ടുവരാനാ എന്താ പിന്നെ വേണ്ടേ. അന്നെ ഇവിടുന്ന് കെട്ടിച്ചപ്പോ ചൊക്കിനാ കെട്ടിച്ചേ ബാക്കി ഓന്റെ കച്ചിലാണ് ചെറിയ കൂട്ടാൻ വന്നാണ്. എത്രങ്ങാനും മുട്ടിയോ നിങ്ങളൊന്നാനോട് ഞാൻ അങ്ങനെ അറിയും. എന്തോരം ഉള്ളിലെ മുടിയേനെ അറിയോത് കട്ടി കറുത്ത മുടി ഇന്ത്യയിലേറെ മുടി ഉണ്ടേനി പക്ഷെ ഇപ്പൊ എനിക്കാ മുടി അതിന്റെ വെള്ളം കറ്റും
ചെറുപ്പത്തിൽ ഇങ്ങനെയല്ല എത്ര വയസ്സ് വരെ ഇനി മാമാടി കുട്ടിയായിട്ടുള്ളു ചോർമ്മണ്ട് ആ ഫോട്ടോത്തിൽ ഇപ്പോഴും ആ ആൽബർട്ട് തുറന്നാടി ഈ ഇങ്ങനെ മുടി വെട്ടിയ ഫോട്ടോ ഉണ്ടായില്ലേ 5 വയസ്സേ കൊണ്ടുവന്നു 20 ഞാൻ ആൽബർട്ട് നമ്മളാ സ്റ്റുഡിയോ പോയി എടുത്തത് 25ാമത്തെ കൊല്ലപ്പോ ഇങ്ങനെ വെട്ടീനാ കുഴപ്പം ഉണ്ട് 3 ആള് നിക്കണ ഇതന്നെ ആൽബം നമുക്ക് ആൽബം ആ ഒറ്റ ആൽബം അതുപോലെ കല്യാണ ആൽബാണ് മറ്റേ ലെവല് പോയത് ഓള് മുടിയിട്ട് അതൊന്നല്ല നമ്മള് 3 ആള് നിക്കണ ഓള് കറുപ്പ് ഡ്രസ് ഇട്ടാണ്ട് ഇപ്പൊ ആ കാഴ്ച അത് പൊട്ടല്ലോ കല്യാണം എന്ത് രസമുണ്ടത് നിങ്ങൾ പറയും ഇതാണോ രസം ഇതാണ് ശ്യാമല ഞാന് മറ്റേ അന്നല്ലാത്തിന്റെ കാട്ടിച്ച് നോക്കാ പുട്ടുറു മീസ് ഇതാ ആരാ അളിയാക്ക നേരത്തെ പേരറിഞ്ഞില്ലേ ആ മമ്മൂട്ടി കടലൊക്കെ നിന്ന മമ്മൂട്ടി അത് പുട്ടുറു മീസ് ഇതാ മമ്മൂട്ടി ആക്കി വെച്ചിങ്ങനെ ഇതെന്തുണ്ട് ഇതൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതിന്റെ കോലത്താ ശരി അപ്പൊന്ന് കാട്ടി കൊടുത്താ ഇതേമാതിരി വരികയാണെങ്കിൽ രസമുണ്ട് ചെറിയ കുട്ടികളാകുമ്പോ ചെയ്യുമ്പോ രസം തന്നെയാണ് ഇത്. ഞാനാണത് ട്രൗസർ ഒന്നും ഇട്ടിട്ടില്ല ഇതാണ് നമ്മളപ്പ വാപ്പി ഞാനും ഞാനാ എന്തെന്നാലും ഒന്ന് ഞാനൊരു കാര്യം പറയാം നിങ്ങളെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എവിടെയും പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ഇവിടെ നിങ്ങൾ തുണിയാൾ കൊണ്ടുവന്നാ മതി ഉമ്മ ചോദിച്ചൂലേ ഇജ്ജ് എത്ര പെട്ടെന്ന് പോന്നിട്ട് അപ്പൊ പെട്ടെന്ന് ഓടും പറയാതെ പോയി ചോദിച്ചു എന്തേലും പരീക്ഷ എന്തെങ്കിലും പറഞ്ഞോ എന്ത് പരീക്ഷ വെറുതെ ഇരുന്നപ്പോൾ പരീക്ഷ ഞാൻ PSC പോകാനും എന്റെ മാതിരി എല്ലാവർക്കും പിരാന്ത സമയം എന്ത് ഒറ്റടിക്കാൻ പോയാൽ PSC ഇറങ്ങേണ്ട അവിടെ കുട്ടികൾ കാണാറ് തീരെ കാറ്റിലാക്കണ്ട ആണ്ട് പറഞ്ഞു പെരിയുന്നുണ്ട് ഇറങ്ങാൻ പിന്നെ ചോദിച്ചില്ല അല്ലെങ്കിൽ അനക്ക് തീരെ അന്തല്ലേ ഞാൻ അവിടെ എത്തണം ചെറിയപ്പ ഈ വീഡിയോ ഞാൻ ഇടും കേട്ടോ ഞാൻ വെറുതെ പിടിച്ചിക്കല്ല ഓളെ മുടി എല്ലാരും കണ്ടോട്ടെ ഓൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല ഞാനും വീഡിയോ കാണരുത് കേട്ടോ ഒരു മനുഷ്യന് ഞങ്ങളെ വീഡിയോ കാണരുത് ഓക്ക് കുറച്ച് പൈസ ഇട്ടുള്ള പ്രാണിയും കൂടി ഇങ്ങനെ കുറച്ച് കുന്മാനെ അത് മൂടിക്കാണി ജന എന്തിനാ ഇന്നലെ വന്ന വാങ്ങിയപ്പോ എല്ലാവരും ഇവിടെ തിന്നു. ഈ കാർ കൂടിയിട്ട് ഇവിടെ തിന്നു. മനുഷ്യന്മാര് അപ്പൊ 20 അങ്ങനെയാക്കിയേ എല്ലാരും നീച്ചതിന് മുന്നേ മുറ്റടിച്ചൊരു തരും ആകെ അടിച്ചൊരു തരും തുടച്ചു തരും ഇതൊന്നും അടിച്ചാലും കഴിക്കോട്ടെ. നാട്ടാരെ കണ്ട് നിങ്ങൾ പേടിച്ചു നിങ്ങള് നാട്ടുകാരുടെ കൂടെ അല്ല ഇതേതോ ഫാഷന് കാലിന്റെ പുറത്തു കൂടെ പാന്റ് ചെരുപ്പിന്റെ ഞാൻ പോലും ഇങ്ങനെ ചെയ്തറിയാൻ അല്ല ആർക്കും ചിന്തിക്കൂടെ ഞാനിപ്പോ നിങ്ങളൊക്കെ ആ വൈബിലോട്ട് ചിലപ്പോ ഏത് കൂട്ടിയിട്ടാലും എതിരിക്കലില്ലല്ലമ്മ സ്റ്റെപ്പ് നാളെങ്ങനെ അതൊക്കെ നർത്തനുള്ളിൽ വെക്കണ സംഗതിയാണ് അതൊക്കെ ഇതിങ്ങനെ പുറത്ത് ആൾക്കാരെ കാണിച്ചാളല്ലതേ ഇത് ഉള്ളതാക്കിയ ആക്കൂലേ ഉള്ളൊക്കെ ആക്കുവേ ഉള്ളിക്കാകത്ത് ഞാൻ കുത്ത നീ ഇപ്പൊ ഇങ്ങനെ സ്കൂളിൽ കിട്ടുക ഞാൻ അങ്ങനെ ഇറന്നാ മതി നോക്കട്ടെ നല്ല രസം നോക്കട്ടെ നല്ല രസമുണ്ട് ഓ എന്താ ചുരുക്ക് അങ്ങനെ നിൽക്കാൻ അങ്ങനെ നടന്നു വേഷം കെട്ടൂല ആണുങ്ങള് പെണ്ണിന്റെ വേഷം കെട്ടൂല അതേമാതിരില്ലേ ഈ റോഡ് കൂടെ ഇറങ്ങിയ കുട്ടികളെ പിടിച്ചാണ് വിചാരിച്ചേ ആട്ടി തല്ലി ഇങ്ങനെ ഒരാണെങ്കിൽ ഉമ്മനോട് കൊടുക്കാണ് ഒരാണില്ല കുഴപ്പമില്ല ഇങ്ങനെ നോളയാണെ പോങ്ങണ്ടാവുന്നുള്ളൂ അങ്ങോട്ടും പോരാലോ അങ്ങനെ അല്ല ഞങ്ങൾ ഒറ്റ കുട്ടിയാ തല്ലു
എന്നിട്ട് നേരെ അങ്ങോട്ട് വരാൻ നീ നല്ല പൊടിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച നാലിയാക്കാൻ എന്റെ അങ്ങനത്തെ വൈബില്ല മാപ്പിള പ്രായം കൂടുതൽ പക്ഷെ ഒരു കുഴപ്പമില്ലല്ലോ. ആരാന്റെ അമ്മക്ക് പ്രാന്തർക്കിയാ കാണാൻ നല്ല ചേലാറിന് കുത്തിരിക്കാണ് കണ്ട് കുത്തിരിക്കല്ലേ ഞാൻ അത്ര വിചാരിച്ചു എന്റെ മാപ്പിളക്കറിയാം ഞാൻ അങ്ങനെ ഒന്നും ചെജൂല അത് ചോപ്പ കൂടുതലാണ് യൂട്യൂബ് ഒക്കെ യൂട്യൂബ് തുടങ്ങിക്കൊണ്ടല്ല അക്കൗണ്ട് 2 അക്കൗണ്ട് സ്വന്തമായിട്ട് കാര്യം അതൊന്നല്ല. അതിന് മുന്നേ ഞാൻ താത്താന്റെ കല്യാണത്തിന് ഞാൻ എന്ത് കേൾക്കട്ടെത്തിയില്ലേ അന്നിന്റെ കൂടെ എങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ടായിന് ഇവിടെ നിങ്ങളാത്താന്റെ കല്യാണത്തിന് പക്ഷെ അത് ഉള്ളിലേക്ക് പോകണ്ടല്ലോ ഇതൊക്കെ ഞാൻ അന്നും ഞാൻ ഉള്ളിലേക്കാക്കിയില്ല. ആരെയും കണ്ട അയലക്കാര് വരെ കണ്ടിട്ടില്ല എയർകട്ട് ഇപ്പൊ കാണുന്നതോ കഴിഞ്ഞ മാസം ഞാൻ വെട്ടി സ്റ്റെപ്പ് കട്ടെത്തി ഏതെങ്കിലും മനസ്സിലാക്കണം ഇപ്പൊ കാണുന്നതോന്നെ ഞാനറിയാം കഴിഞ്ഞില്ലേ ആരെങ്കിലും കണ്ടിക്കണോ സ്റ്റെപ്പ് കട്ട് ആരെങ്കിലും കണ്ടിക്കണോ ചോക്കി യൂട്യൂബിൽ ആരെങ്കിലും ഇന്റെ സ്റ്റെപ്പ് കട്ട് കണ്ടിക്കണോ ഇപ്പൊ ചോക്കി കാണുന്നതെന്ന് ചോദിച്ചത് ഞാനേ ഇപ്പൊ കാണുന്നതോ ഇപ്പൊ കണ്ടോ ഇതുവരെ കണ്ടില്ലേ ഇനി കാണേ നിങ്ങള് ഇങ്ങനെ അറിഞ്ഞോളെ ഞാന് ഇതാരെ മാതിരി അമ്മങ്ങളെ ആരെ കുടുംബത്തെ ബാപ്പാന്റെ വാക്കിയാ നിങ്ങളെ വാക്കിയാ അത് വാപ്പാന്റെ പക്ഷേ മുടിയൊക്കെ വെട്ടി എന്നിട്ട് ചെറിയാപ്പൂന് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചത്ര കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. റീതു ഫുള്ള് വൈബാണ്. നമ്മളെ വൈബല്ലേ? അങ്ങനത്തെ മാപ്പിളാരെയാ ഉദ്ദേശിച്ചത്. അതാണ്. ഓ നോക്കി ഞങ്ങളെ അങ്ങനത്തെ ആൾക്കാരെ അറിയാപ്പോ ഇതൊക്കെ ആ ചില്ല് വൈബിൽ എടുത്ത് നോക്കി. ആളെയാക്കാക്കും കുഴപ്പമില്ല. ഉണ്ടല്ലോ ആരില്ലെങ്കിൽ അങ്ങോട്ട് ചെവിങ്ങനെ എന്താ അറിയല്ലേ ഓനൊക്കെ ഫുള്ള് സപ്പോർട്ടാണല്ലേ. ഇമ്മാക്ക് പിന്നെ ഞാൻ ഇവിടെ നിക്കാണ്. ഞാൻ മുടിയൊക്കെ വളർന്നിട്ട് പോണുള്ളൂ. ഇപ്പാനേറ്റൊന്ന് വെട്ടിച്ചാതി എന്നാ വേഗം വളരൂലേ. ഇപ്പന്നെ ഞങ്ങൾക്ക് മുടി വെട്ടിത്തരല് ഇത് അത്ര മുടിയായിന് എല്ലാവർക്കും ഇപ്പന്നെ വെട്ടിയില്ലേ ഒന്ന് വേഗം വെട്ടിച്ചാതി എന്നാ വേഗം വളരൂലേന്ന്. ഇവിടെ ഇങ്ങനെ ആക്കിട്ട് വളരുക നമുക്ക് മുടി വെട്ടി തന്നത് നമ്മളെപ്പിയാണല്ലേ ഞാൻ ഇട്ടിട്ട് പോയാലും ഇതിന്റെ ഇട്ടിട്ട് പോവില്ല. അതിനാ ഗോൾഡിയേറ്റ് ഉത്തരവ് കഴിച്ചോളൂ. ഇപ്പാനേറ്റൊന്ന് വെട്ടിച്ചിട്ട് പോകല്ലേ. ആന്ന് ഉമ്മ ഇതൊന്നും പാടെ ഇവിടെ വെറ്റി ചീത്തട്ടിട്ടുള്ള രസം ഇതൊന്നും പാടെ തലപ്പ് പനി കൊണ്ട് വെട്ടിച്ചാടി അപ്പൊ വേഗം വളരേക്കാരം ആ മുടി കൊടുക്ക് ഇത് തൊട്ടാണ് ഒന്നുകൂടി തൊട്ടോക്കി ഇത് ഡൗട്ട് ശരിക്കും ഒന്നുകൂടി തൊട്ടോക്കി വലിച്ചോ ഒന്നുകൂടി തൊട്ടോക്കിന്ന് നമ്മ കൊടുത്തോക്കിയാ അക്കോലെ പെട്ടിരുന്ന പൊട്ടന്മാരാണ് മുടി എന്താ പുതിയ എന്താ തിരിച്ചറിയാം അത്രക്ക് പോയിട്ട് നമ്മുടെ പല്ലേക്കാണ് പർപ്പിൾ ഗോൾഗറ്റ് ഇത് പൾപ്പിളായിട്ടല്ലോ അന്ന ചെറിയാപ്പോ കൊണ്ടുപോകും അതൊക്കെ പറയും ഒക്കെ നല്ല അടിന്റെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ലോ അമ്മായിന്റെ കൂടെ ഒക്കെ കൊണ്ടുപോകും എല്ലാ കുടുംബക്കാരും കൂടെ ഇങ്ങനെ കൊണ്ടുപോകും പൂളപ്പാടം സ്കൂൾ പാടത്ത് കൂടെ അങ്ങനെ കൊണ്ടുപോകണം അപ്പൊ അതിന്റെ താരം താത്തുമ്പോഴേ എന്ത് വൈബ് കൊണ്ട കൊണ്ട
ഇതിന്റെ മുടിന്റെ കട്ടി നോക്കി ആദ്യത്തെ മുടിയിലെ കട്ടി ആക്കി നോക്കി ഓ പൊടിച്ചു നോക്കി കൊണ്ടാലും കട്ടി നോക്ക് സ്ട്രൈറ്റ് ചെയ്ത മുടിന്റെ തൊലി നോക്കി സ്ട്രൈറ്റ് ചെയ്യൂ ഷെഫീക്ക് സ്ട്രൈറ്റ് ചെയ്യില്ല സിപ്ന ചെയ്തിക്കണോ അതേമാതിരിയാണ് ഇപ്പൊ ഈ മുടി. ആണുങ്ങൾ നടക്കണമായി പെണ്ണുങ്ങൾക്ക് നടക്കാൻ പാടുണ്ടോ ആണാണും പെണ്ണു പെണ്ണു നമുക്ക് നൈറ്റ് റൈസിന്റെ ഒക്കെ പ്രമോഷൻ വന്നീനല്ലേ എന്താ ചെയ്യാന്? ഞാൻ അവിടെ ചെയ്തൂടെ ഇനിയോ ഇനി അങ്ങനത്തെ പൈസ ഒക്കെ എടുത്തോളൂ. ഇങ്ങനെ നടത്താണെങ്കിൽ ഇപ്പൊ എന്താ? ആ ഇനി ഇജ്ജ കിട്ടും എന്നെ കിട്ടൂലേ? അങ്ങനത്തെ മത്സ്യൊക്കെ എന്താ ഇങ്ങനെ എന്താ അങ്ങനെ നടത്തൂടെ എനിക്ക്? ഇതാണ് പേരൊക്കെ പേര് കൂടി അതിന്റെ അപ്പുറത്ത് കൂടെ അയച്ചണേ എന്നിട്ട് ഞാൻ പുള്ളികൾ കാട്ടി കൊടുക്കണ്ടോ ഉണ്ടോ എന്ത് ഒരു കുട്ടി വെട്ടീന അമ്മായി മോച്ച അതിന്റെ പോയിട്ടേതാണ് അങ്ങനെ പറയാം കണ്ടോ ഇങ്ങനെ ഒരു കുഴപ്പം ഫ്രഷ് അടിച്ച് കടക്കണ കടത്തണം അപ്പൊ പോണതാ അവിടെ തൊട്ടോക്കി നല്ല കട്ടിയാണ് തൊട്ടോക്കി മക കാണുമ്പോ ചിരിയാണ് പിന്നെ നിങ്ങൾ ചിരിച്ചണേ ഓളാവുമ്പോ നിങ്ങൾ ചിരിച്ചു ഞാൻ എന്തെങ്കിലും കാട്ടി എന്നെ ചീത്ത പറയും വ്യത്യാസം കാട്ടലുണ്ട് മക്ക് നല്ല വ്യത്യാസം കാട്ടല് ഞാൻ എന്തെങ്കിലും കാട്ടി എന്നെ ചീത്തയും പറയും കാട്ടിയാലോ ഞാൻ പറ്റുന്ന കിട്ടാത്ത അതല്ല വലിച്ചോക്കി ഞാൻ വലിച്ചില്ലേ? അപ്പൊ കുറച്ച് ടൈറ്റില്ലേ അറിയാതെ അലിയാക്കാക്കും കുന്മാനും പ്രാങ്കായി ഇമ്മാക്കും പ്രാങ്കായി വലിച്ചിട്ട് അങ്ങനെ ready ആ, മേടിച്ചോടെ. എന്താ പറയാലോ ചെറിയപ്പോ ഇത് വലിച്ചിട്ട് അങ്ങനെ കിട്ടാവുന്നേ. കളിച്ചിട്ട് കച്ചി പോന്നിട്ടില്ല ഞാൻ വലിച്ചിട്ട് കേട്ട് പോകില്ല. തിരിച്ചു അല്ലെങ്കിൽ ഉച്ചറിയാം ഇങ്ങനെ ഒന്നും കാട്ടാനുള്ള ധൈര്യമൊന്നുമില്ല. യോ ജഗതില്ലേ നല്ല അമർത്തിനെ കിട്ടുള്ളൂ. അല്ല ഇജ്ജങ്ങ തിരിഞ്ഞിട്ടേ അല്ല സമയത്ത് ഇവിടുന്ന ഇത് വെപ്പുമുടി അല്ലല്ലേ വിചാരിച്ചിട്ടാണ് ഇച്ചാദ്യം മനസ്സിലായി. മനസ്സിലായി. എപ്പോ പിന്നെ ഞങ്ങള് പാർലറിൽ പോയി എന്നൊക്കെ വെറുതെ പറഞ്ഞതാ വെറുതെ എല്ലാം വിശ്വസിച്ചു പാർലറിലൊന്നും പോയിട്ടൊന്നല്ല ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ അതന്നെ ചെറിയ പൂരത്തറിയല്ലേ വലിഞ്ഞെളിഞ്ഞ കൊറച്ചൊക്കെ മനസ്സിലായിക്കാം. എന്ത് അല്ലെങ്കിൽ ഓളിങ്ങനെ വീഡിയോ എടുക്കുമ്പോ പിന്നെ അറിയില്ലേ? എന്തറിയില്ലേ അതിന് ആ ചത്തതാണെങ്കിൽ തൽക്കം പുറത്ത് ക്യാമറ ഉണ്ടാവും അവളെടുക്കും അർത്ഥറിയും ഇങ്ങനെ ധൈര്യം വരില്ല അറിയില്ല. ഓൺലൈനിൽ മീഷോന്ന് ഓർഡർ ചെയ്ത് കൊറേ കാലായില്ലേ പ്രായം ചെയ്തിട്ട് ഓണം മുടിയൊക്കെ തന്നെയാണ് അതേ ആണേ മുടിന്റെ മാതിരി തന്നെയല്ലേ ഞാൻ അയച്ചത് തന്നെയാണ് സാധനം ടൈം ആയി പറഞ്ഞു മതി അറിയുന്നുണ്ട് ഓനെ മാപ്പിളയും ഒക്കെ ഇരിക്കണം വിശ്വസിച്ചോ സംഗതി എന്താന്ന് വെച്ചാൽ നമ്മള് രാവിലെ 2 ദിവസം മുന്നേ മനു പറഞ്ഞു നമുക്ക് പ്രമോഷൻ ഉണ്ട് അവിടെ നിന്ന് പോകും ഇനിയൊരു മുടിവെട്ടേണ്ട വ്ളോഗാണ് അതാണ് ഇല്ലത് അതിന് ആളവിടെ ഇല്ല പൈസ നമുക്ക് കിട്ടിയിട്ടില്ല ഒരു പ്രേമപാട് ഈ ആളാക്കിയാലേ കിട്ടുള്ളൂ കാരണം ഉച്ചക്ക് വിളിച്ചിരുന്നേ ഉച്ചക്ക് വിളിച്ചപ്പോ സിഫ്നാനോട് ഞാൻ വിളിച്ചില്ലേ അത് കഴിഞ്ഞ് ഞാനാണ് സിഫ്നാനും കൊണ്ട് നിങ്ങളെ വിളിപ്പിച്ചത് അവിടെ എന്ന് പറയാം അവിടെ ഞങ്ങൾ പെരിയിൽ തന്നെയാണ് ചെറിയ പോലൊന്നും കേട്ടിട്ടില്ല സിഫ്ന അങ്ങോട്ട് പോയിട്ടുമില്ല
ഇനിയിപ്പോ നമ്മളിതിന്റെ അടിയിൽ കൂടെ കടന്ന് പറയില്ല ചെറിയാപ്പ അവിടെ പോയിനി അങ്ങനെ ചെയ്തീനി അപ്പളൊക്കെ ഇത് മുണ്ടാതൊക്കെ ഇത് ചിന്തിച്ചിട്ടില്ല ഒന്നും. പറയല്ലേ ഞാൻ പോയിനി എന്ന് പറയുന്നതിന്റെ മുന്നും നമ്മളിതൊക്കെ പറയണ്ടാവും നമുക്ക് മൈൻഡൊക്കെയില്ല. അങ്ങോട്ട് പോയിന്നില്ലല്ലേ അവർക്ക് കൂട്ടുകാരൊക്കെ. ഞാൻ ഇവിടുന്നാണേ, ഞാൻ ഈ പള്ളിന്റെ അവിടെ വണ്ടി നിർത്തി ഇവിടുന്ന് വെച്ചിട്ടല്ലേ വരുന്നേ. അതിലെന്തായാലും ഇതുണ്ട് പൂമ്പോളെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല, ഡിക്കിന്റെ ഉള്ളിലാണ് സാധനം. ഷെബീങ്ങിന്റെ വണ്ടിയല്ലേ, ഡിക്കിന്റെ ഉള്ളിലാണ് സാധനം. അതെന്താണ് ഓരോ വണ്ടി ഓഫായ പിന്നെ ഓണാവൂലല്ലോ. അതിന് ഞാൻ ഈ പള്ളിന്റെ അവിടെ എത്തി. എന്നിട്ട് നടന്നേലും പോകാലോ, അവിടുന്ന് നിർത്താൻ പറ്റല്ലോ. അതില് ആ പള്ളിന്റെ അവിടെ ഡിക്കൊക്കെ തുറന്ന് ഓണാക്കിയിട്ടുണ്ട്. മറ്റോ പിന്നാലെ കൂടി ആ വേഗം സ്റ്റാർട്ട് ആക്കി കൊണ്ടുമ്പോ തരും. റിതുവിന് ഡൗട്ട് ഉണ്ടേ, ഓളെന്തോ ഒപ്പിച്ച് വരികയാണ്. റിതുവിനോട് ഞാൻ പറഞ്ഞു, പറഞ്ഞോ ഒപ്പം നിൽക്കിട്ടോന്ന് പറഞ്ഞു. പറ ഞാൻ വരുന്നുണ്ട് ഉമ്മച്ചിനോട് വീഡിയോ എടുക്കാൻ പറയാ. എന്നിട്ട് ഓനറിയോ ഒപ്പം നിന്നത്. അല്ലെങ്കിൽ ആ കോളാക്കൂല. മുടിന്റെ അറിയില്ലല്ലോ. മുടിന്റെ ഓനച്ച് വെച്ചെന്ന് ഞങ്ങൾ അവിടെ നിന്ന് വെച്ച് പോന്ന നീശോന്ന് ഓർഡർ ചെയ്താണേ. എന്നിട്ട് സാധനം കച്ചിട്ട് 2 മാസായി. നമ്മളെ ഉമ്മാക്കൊന്ന് വെച്ചോടുത്തു. ഉമ്മ ഭയങ്കര വിവാദിയാണ്. ചെറിയ നല്ലോ ചേരും. നല്ല രസം. ഞാൻ പെൺവേഷം കെട്ടിയതുണ്ടല്ലോ കോളേജിൽ പഠിച്ചൊന്ന് ആ താടി ഒഴിവാക്കണ്ടേ. പാപ്പ തിന്നാൻ കൈക്കോട്ട്, പാപ്പ തിന്നാൻ കൈക്കോട്ട് ഫിദാൻ പാടണ്ടേ ഇനി ആ പാട്ട്. കാട്ടൂലേ നല്ല പരിചയം. അപ്പൊ നമ്മളതിന് കൊറേ ആൾക്കാർ പറഞ്ഞു പ്രേങ്ക്. പിന്നെ അവിടെ ഇവിടെ തട്ടാത്ത പ്രേം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഒറ്റക്ക് ഷിപ്നാക്ക് ഞാൻ ഈ സാധനം കിട്ടിയാൽ തന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച് വെച്ചു കൊടുത്തത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അല്ലേ, ഡൗട്ട് തോന്നി. പക്ക ഒറിജിനൽ ആടിയാന്ന്. അതെവിടെ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിപ്പോ ഇത് കൊറേ ആയി പ്ലാൻ ചെയ്യുന്നത്. കാരണം മുടി ഇതുണ്ട് ഓൽക്കൊക്കെ പ്രേങ്ക കിട്ടിയോണ്ട് നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോ പ്രേങ്കാന്ന് അറിയും. പക്ഷെ ഞാനിതിപ്പോ ഇങ്ങനെ വിചാരിച്ചാല് ഞാൻ മുടി ഇങ്ങനെ വെട്ടുന്ന ആളാണ്. ഇങ്ങനെ വീഡിയോയിലും കാര്യമൊന്നും കാട്ടൂല. ചെറിയാപ്പൂനോട് ചോദിച്ചിട്ട് ചെറിയാപ്പൂന്റെ ഇഷ്ടപ്രകാരം ഞാൻ വെട്ടലുണ്ട് ഇല്ലേ. ചെറിയ പോലെ വെട്ടിക്കോ പുറത്ത് കാട്ടി കൊടുക്കരുതിട്ടോ പറയും. അപ്പൊ അങ്ങനെ വെട്ടണാണ്. അപ്പൊ ഉമ്മാക്ക് അറിയും ഞാൻ വെട്ടി ഇതാക്കണ. അങ്ങനെ ഇതൊന്നും ആക്കൂല. ഇല്ല നല്ല വൃത്തിക്ക് വെട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ ഓക്കാ പിരാന്തില്ല. ഞാൻ എന്ത് കാട്ടിയാലും അത് വിശ്വസിച്ചു. എന്ത് കാട്ടാണല്ലോ ഉമ്മ വിശ്വസിച്ചു. കാരണം കാട്ടും. വെട്ടിയോണ്ട് അറിയില്ല ഓള അതും ചിരിച്ചു. അതാണ് അനിപ്പില്ല അതേ മയക്കം. കാരണം ഓളെ മുടി അത്രയും നല്ല രസമുള്ള മുടിയുണ്ട്. നല്ല കാട്ടില്ലേ എത്രങ്ങാനും മുടിന്റെ താഴെക്കൊക്കെ മുടിണ്ടായി. കാട്ടിയത് ചെറുപ്പാക്കി. പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ സഫീക്ക് വന്നതാണ് മുടി കൊടുത്തതാണ്. അപ്പൊ ഉസാറായി ചെറിയൊരു ഇതുണ്ടായി വരുന്നുണ്ട്. അത് കൊണ്ടേ നമുക്ക് മുട്ടിയെല്ലാം വെട്ടുമ്പോ വാപ്പൊക്കെ ഒരുവിധം ചെറുതാക്കും. കുറച്ചുകൂടി പറ്റിയ ഭയങ്കര കഥയുണ്ടാക്കും. അങ്ങനെ ഈ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് കിളിയെ കുത്തിരിക്കണേ. കിളിയായോ? ഇതിപ്പോ ആരൊക്കെയാണ് പ്രേങ്ക അറിയോ? ഇങ്ങളെയാണ് ഇതില് പ്രേങ്ക. ഇങ്ങളെ മാത്രല്ല അലയാക്കയാണ്. ചെറിയാപ്പൂനറിയാ, ഷെഫീഖിനറിയാ. സമ്മതിച്ചിട്ടില്ല അവിടെ. അപ്പൊ ചെറിയാപ്പ അഭിനയിച്ചതൊക്കെ വെറുതെയാണ്. എന്താണ് ഷെഫീഖ് എന്താ ഉണ്ടായിനി ഓനറിയാം. കൊടുക്കേ രണ്ടെണ്ണം ഓനും അറിയാം. അല്ല വിക്ക് ഇവിടെ മാത്രം കിട്ടും. ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ വെട്ടി ഇവിടെ വീഡിയോ അതിന്റെ ഭാഗമാണ്. അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. അസ്സലാമു അലൈക്കും.